പണ്ടൊക്കെ സ്കൂളിലേക്ക് തിരക്കിട്ട് പോകുന്ന സമയത്ത് ബാക്കിന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് വലിക്കും. വേറെ ആരുമല്ല, ഈ ഒരു മുള്ളുള്ള പൂവാട്ടോ. അപ്പൊ അന്നേ ഇങ്ങനെ മുള്ളുള്ള പൂവ് വിളിച്ച് വിളിച്ച് ഈ ഒരു പൂവിന്റെ പേര് മുള്ളുള്ള പൂവ് എന്ന് തന്നെ ആയിപ്പോയി. ഇതിന്റെ ഒറിജിനൽ പേര് എന്താണെന്നുള്ള അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതൊരു പ്രത്യേക ഒരു മഞ്ഞാണല്ലേ കാണാൻ. നമ്മൾ സാധാ കാണുന്ന ഒരു മഞ്ഞ കളറല്ല. അത് മാത്രം ഇതിന്റെ സെന്ററിൽ കാണാൻ ഒരു പിന്നെ എന്താ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരോ പറയലുണ്ടായിരുന്നു ട്ടോ അന്നൊക്കെ. ഈ പൂവിന്റെ താഴെ വരുന്ന ഭാഗം നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ പറ്റുന്നൊക്കെ. അപ്പോൾ അത് കേട്ട് നമ്മൾ കഴിക്കലും ഉണ്ടായിരുന്നു. ഈ പൂ പറിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം മുള്ളില്ലാതെ അല്ലെങ്കിൽ മുള്ള് തറയ്ക്കാണ്ട് പറിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് പറിക്കലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കുകയാണ് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വഴിയെന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ സ്കൂൾ വിട്ട് പോകുമ്പോൾ മക്കളോട് കിട്ടുന്ന സാധനം കഴിച്ചെന്ന് പറഞ്ഞാൽ അവർ കഴിക്കൂല. പക്ഷെ ഞാനൊക്കെ എത്രയോ സ്കൂൾ വിട്ട് പോകുന്ന സമയം ഏറ്റവും കൂടുതൽ കഴിച്ചത് ആപ്പിൾ ചാമ്പക്ക, അതിൻ്റെ ഇല വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ ബദം ഇങ്ങനെ ഒരുപാട് വീണ് കിടക്കും. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്തിട്ട് കടിച്ച് കഴിക്കാനും